അല്ല, നമ്മുടെ സൈഡിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ വേറൊന്നുമല്ല. അത് ഈ ഈ സിനിമയുടെ പക്ക കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആ സീനിനെ നോക്കി കാണേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അത് ഇപ്പൊ ചോദിച്ച ഒരു പർട്ടിക്കുലർ സീനിൽ ഈ സിനിമയുടെ ആന്റഗണിസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ വിനീതേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, അദ്ദേഹം ഇപ്പൊ ഈ സിനിമയ്ക്ക് ഒരു നർമ്മം സ്വഭാവം ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നെങ്കിൽ പോലും അതേ സിനിമയിൽ വില്ലനാണ്. അപ്പോ ആ വില്ലന്റെ ചിന്താഗതിയിൽ നിന്നും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വില്ലൻ പറയുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്നും ഉള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ സിനിമയിൽ ആ പർട്ടിക്കുലർ സീൻ. അപ്പം ആ സീൻ പോലും റെഫറൻസ് ആണ്. ഒരു സിനിമയിൽ വണ്ടിയിലെ നമ്പർ അടക്കം, കോസ്റ്റ്യൂം അടക്കം, അത് അങ്ങനെ റെഫറൻസ് ആയിട്ട് ഒരു വില്ലന്റെ ചിന്താഗതിയിൽ ഉണ്ടാവുന്ന ഒരു ശരിയായ ചിന്താഗതിയിലല്ല വില്ലൻ ചിന്തിക്കുന്നത്. പക്ഷെ ഈ സിനിമയുടെ അപ്പൊ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കൂടെ ഉള്ള ക്യാരക്ടർ ആ ചിന്താഗതിന് അയ്യേ എന്താണ് സാർ എന്ന് ചോദിച്ചിട്ട്, അപ്പം അങ്ങനെ ഒരു ബ്രേക്കിംഗ് ഒക്കെ ആ കോണ്ടെക്സ്റ്റിലും സീനിന്റെ ഉള്ളിലും ഉണ്ട്. അപ്പം അത് ഒരുപക്ഷെ അത് ചിലപ്പം കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ ചിലർ, എനിക്ക് തോന്നുന്നു ഇപ്പൊ എത്തിയെങ്കിലും ചിലർ വേറെ രീതിയിൽ ഇതിനെ കാണാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കുന്ന വെച്ചാൽ അതിന്റെ മുന്നും പിന്നും ഒക്കെ വേറെ ഡയലോഗ്സ് ഒക്കെ ചേർത്തിട്ടാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനത്തെ ഡയലോഗ് നമ്മുടെ സിനിമയിൽ ഇല്ലാത്ത ഡയലോഗ് പേരുകളും അല്ല. അപ്പൊ അതിന് പറയുമ്പോ ആളുകൾ കാണണ്ടെന്ന് ആ ഒരു ഉദ്ദേശത്തോടെ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം സിനിമ കാണണ്ടെന്ന് പറയുന്നതെന്നുള്ള തോന്നുന്നു. സിനിമയിലെ ഒരു കാര്യം ഒരാൾക്ക് ഇപ്പൊ സ്പൂഫ് ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ ഇന്ന സീൻസ് വർക്ക്ഔട്ട് ആവാതിരിക്കുക, അത് കംപ്ലീറ്റ്ലി അപ് ടു ദ ഓഡിയൻസ് ആണ്. നമ്മൾ ഓഡിയൻസിന്റെ മുമ്പിലേക്ക് സിനിമ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഇത് കാണാൻ പാടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ അവർ കാണുള്ളൂ. പക്ഷെ ഇത്രേ ഉള്ളൂ, നമ്മളുടെ ഈ സിനിമയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ഈ സിനിമയിലുള്ള ഓരോ കഥാപാത്രങ്ങളും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് കോണ്ടെക്സ്റ്റിൽ മാത്രം അത് തീർന്നാലാണ് അതെല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആവുക. നമ്മളും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ല അതിന്റെ പുറമേയുള്ള മറ്റെന്തെങ്കിലും അതൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും അത് സിനിമയായി കാണുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല.